ഹമാസിൻ്റെ കാര്യമൊന്നും ഇപ്പം കേൾക്കാനില്ല. അത് അവരുടെ തലവനായ യാഹ്യ സിൻവർ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നു. വാസ്തവം വല്ലതുണ്ടോ? അങ്ങനെ വാർത്ത കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ലെബനോണിൽ ഇസ്രയേലിൻ്റെ ആക്രമണം നടക്കുകയാണ്. അതിൻ്റെ പേരും വന്നിട്ടുണ്ട്. ആക്രമണത്തിന് ഇസ്രയേൽ ഇട്ടിരിക്കുന്ന പേര് ഓപ്പറേഷൻ നോർത്തേൺ ആരോസ്, വടക്കൻ അമ്പുകൾ എന്ന് പറയാം. നോർത്തേൺ ആരോസ് എന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു പേജർ ആക്രമണം മുതലുള്ള ഈ ആക്രമണം മൊത്തം ഇതിൻ്റെ പരിധി വരുമായിരിക്കും, പരമ്പരയായിരിക്കാം. ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ പാലസ്തീനിൽ, അതായത് ഗസ കഴിഞ്ഞ് വെസ്റ്റ് ബാങ്കിലാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുള്ളത്. ഗസ ഓൾമോസ്റ്റ് ഇസ്രായേലിൻ്റെ കീഴിലായി കഴിഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ നിന്ന് അവശേഷിക്കുന്ന ഹമാസുകളെ, തീവ്രവാദികളെ ഉന്മൂലനം ചെയ്ത പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നിപ്പോൾ വലിയ വാർത്തയൊന്നും വരുന്നില്ല. ഫോക്കസ് മുഴുവൻ ലെബനോണിലേക്ക് മാറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഹമാസിൻ്റെ വാർത്തകളൊന്നും വരുന്നില്ല? ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ ഇസ്രായേൽ നടത്തുന്ന ഓപ്പറേഷൻസിനും വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നില്ല. ഹമാസിൻ്റെ ശബ്ദം കേൾക്കാനില്ല, അല്ലേ? സാധാരണ ലെബനോണിലൊക്കെ പോകുമ്പോൾ ഹമാസ് ഇവിടെ കാണിച്ചു തരാമടാ എന്നൊക്കെ പറഞ്ഞ് പാണ്ഡലോറിക്ക് മുന്നിൽ തവള മസിൽ പിടിക്കുന്ന പോലെ ഹമാസിൻ്റെ ഒരു മസിൽ പിടുത്തോ നമ്മുടെ മീഡിയ വണ്ണിലെ അടുപ്പൂട്ടി ചർച്ചയിലെ ആവേശമായി ഇപ്പോൾ തകർക്കും ഇസ്രായേലിനെ, ജൂതപ്പട ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്, ഹമാസ് മുന്നേറുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആവേശഭരിതമായ കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചങ്ങാതിമാർ കഴിഞ്ഞ ദിവസം, ഞാൻ എല്ലാ ദിവസവും ഇത് കേൾക്കും കേട്ടോ, ഈ കരച്ചിൽ കേൾക്കാൻ വേണ്ടി. അവർ കഴിഞ്ഞ ദിവസം പറയുന്നതെന്നറിയാം, ഇസ്രായേൽ ഭയങ്കര സംഭവമാണ്, അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും നമ്മൾ നാളെയും കാണേണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറയുന്ന ലൈനിലാണ് ഇപ്പോൾ അടുപ്പ് കൂട്ടിച്ച. മൊത്തത്തിലാകെ ഒരു നിരാശ. ഈ ഒരു മാസം മുമ്പ് ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെ റെഡിയാക്കും, ഹമാസ് മുന്നേറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സ്വകാര്യ വസ്തുവല്ലേ മൊബൈൽ, അതുപയോഗിച്ചൊക്കെ ആളെ കൊല്ലാമോ? തെറ്റല്ലേ, മഹാഭാവമല്ലേ, നരകത്തി പോവില്ലേ എന്ന ലൈനിലൊക്കെയാണ് ഇപ്പോൾ അടുപ്പ് കൂട്ടി ചർച്ച പോകുന്നത്. പക്ഷേ ഹമാസിൻ്റെ ശബ്ദം കേൾക്കാനില്ല. അതിൻ്റെ കാരണമാണ് ഇപ്പോൾ ലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഗസയിലെ ഒരു സ്കൂളിൽ റോക്കറ്റ് അറ്റാക്ക് നടന്നു. അപ്പോൾ നമ്മൾ ഓർക്കും, സ്കൂള് എന്തൊരു ദുഷ്ടന്മാരാണ് ഈ ഇസ്രായേലികൾ, സ്കൂള്, ആശുപത്രി ഇതൊക്കെ തകർക്കുകയാണ്. മാർക്കറ്റ് പിന്നെ പോട്ടെ, എല്ലാവരും പഠിക്കുന്നത്. സ്കൂളെന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ്. ആശുപത്രി എന്ന് പറഞ്ഞാൽ രോഗികൾ കിടക്കുന്ന സ്ഥലമല്ല അത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് സ്കൂളെന്നൊക്കെ പേരേ ഉള്ളൂ, അത് ഹമാസിൻ്റെ കമാൻഡ് സെൻ്ററായിരുന്നു. കാരണം ഐക്യരാഷ്ട്ര സഭ വെച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് ആശുപത്രികൾ, ആംബുലൻസ് ഇതൊന്നും ആക്രമിക്കാൻ പാടില്ല, സ്കൂള്. അപ്പോൾ അതുകൊണ്ട് ഇവർ എന്തെന്നറിയോ, ആശുപത്രിയും ആംബുലൻസും സ്കൂളും ഒക്കെ സൈനിക താവളമാക്കി മാറ്റും. അവിടെ ആക്രമിക്കത്തില്ലല്ലോ. ആ പരിപാടി ഇസ്രായേലിനറിയാം. അത് പള്ളി പറഞ്ഞാൽ മതി, നീ ഇവിടെ ആശുപത്രിയിൽ നിന്നുള്ള ബോർഡും വെച്ചിട്ടുണ്ട് റോക്കറ്റ് വിടാനിരുന്നാൽ നിൻ്റെ തലയിൽ ഞങ്ങൾ എന്തിടും? ബോംബിടും. ഇതാണ് ഇസ്രായേലിലെ തീരുമാനം. അപ്പോൾ ഈ ആണവ ബോംബ് കാണിച്ചിട്ടാണല്ലോ ഈ ഇറാൻ ഈ ഇസ്രായേലിനെ പേടിപ്പിക്കുന്നത്. ഈ അണുബോംബ് കണ്ടുപിടിച്ചതാരെന്നറിയോ? അതൊരു ജൂതനാണ്, ഓപ്പൺ ഹ്യൂമർ എന്നൊക്കെ പറയും അല്ലേ, അങ്ങനെ പറയുന്ന അവരൊക്കെ. അപ്പോൾ അണുബോംബ് ഉണ്ടാക്കിയത് ജൂതനാണ്. അപ്പോൾ ആ ജൂതനെ വെടിക്കെട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയെ ഉടുക്ക് വെട്ടി പേടിപ്പിക്കുന്നു പറഞ്ഞ പോലെയാണ് ഇറാനൊക്കെ നിൽക്കുന്നത്. അതൊക്കെ വിടും, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ 22 പേരാണ് ഈ സ്കൂൾ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചത്. അപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്നുള്ള പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ആ സ്കൂളിൽ ഒരു പർദ്ദയൊക്കെ ഇട്ട്, പർദ്ദയല്ല മൊത്തം മറയ്ക്കുന്നതിന് വേറെന്തോ പേരാണ്, അതിൻ്റെ പേര് നിഖാബ് ധരിച്ച് യാഹിയ സിൻവർ ഉണ്ടായിരുന്നു. ഈ ചങ്ങാതി കുറേ കാലമായിട്ട് തുരങ്കത്തിനകത്താണ് കഴിയുന്നത്, എലി കഴിയുന്നത് പോലെയാണ്. പിന്നെ പർദ്ദ, ഈ നിഖാബൊക്കെ ധരിച്ചു പോകുന്ന സ്ത്രീകളുടെ കൂടെയാണ് സഞ്ചാരം. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ജീവിക്കാൻ വേണ്ടിയാണ്. പ്രാണൻ കയ്യിൽ പിടിച്ചുള്ള പോക്കാണ്, തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ സ്ത്രീകളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വലിയ നേതാവ്, വലിയ ഹമാസ് പട്ടയുടെ ഭയങ്കര അതിഭയങ്കരനായ നേതാവ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ള 2 ഇൻപുട്സാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, അൾജീരിയയുടെ പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു അഭിനന്ദന സന്ദേശം പോയിരുന്നു. രണ്ടാമത്, ഇസ്രായേലിലേക്ക് സിറിയയിൽ നിന്ന് ഹൂതികൾ മിസൈൽ അയച്ചപ്പോൾ ഹൂതികളെ നിങ്ങൾ മിടുക്കന്മാരാണ് എന്ന് പറഞ്ഞ് ഒരു അഭിനന്ദന സന്ദേശം അയച്ചിരുന്നു. ഇപ്പോൾ ഈ അവരുടെ ഈ ലെബനോണിലെ ഹിസ്ബുള്ളയെ പോലെ അത്രയ്ക്ക് മണ്ടന്മാരല്ല ആര്, ഈ ഹമാസുകാർ. അതുകൊണ്ട് പണ്ടേ അവർ ഈ മൊബൈലൊക്കെ ഉപേക്ഷിച്ചു. ഇതൊന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നുമില്ല, വാക്കി ടോക്കി ഇല്ല, വയർലെസ് ഇല്ല, അറിയാം. കാരണം അത് പിടിച്ചാൽ കൃത്യം അതുകൊണ്ട് നടക്കുന്നവൻ്റെ തലയിൽ വന്ന് മിസൈൽ വീഴും. നമ്മൾ ചില IDFൻ്റെ ചില വീഡിയോസൊക്കെ എനിക്ക് വരാറുണ്ട്. അതിനകത്ത് കാണുന്നത് എങ്ങനെയെന്നറിയോ, 2 പേര് ഇങ്ങനെ റോഡിൽ കൊണ്ട് നടന്നു പോകുന്നു. അപ്പോൾ പ്ലെയിനിൽ നിന്ന് എടുക്കുന്ന, ഫൈറ്റർ ജെറ്റിൽ നിന്ന് എടുക്കുന്ന വിഷ്വൽസാണ്. നടന്നു പോകുന്നു,
അവർ 2 മിനിറ്റ് കഴിയുമ്പോൾ അവർ രണ്ടുപേരും റോഡിൽ പടഞ്ഞു വിടുന്നത്. കൃത്യം അവരെ തന്നെ ഫോക്കസ് ചെയ്താണ് ജെറ്റിൽ നിന്ന് വെടിവെക്കുന്നത്. അവരെ മാത്രം ടാർഗറ്റ് നിലത്ത് പടയുന്നത്. ആ വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കാത്ത, നമ്മൾ ഇതിനു മുമ്പ് ഒരു ടോക്കിൽ ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് റെസ്ട്രിക്ഷൻ കാണിച്ചു. നമ്മളത് വിഡ്രോ ചെയ്യേണ്ടി വന്നു. വിഡ്രോ ചെയ്തിട്ട് ആ വീഡിയോ ഒഴിവാക്കി വിട്ടപ്പോൾ കയറിപ്പോയി. അപ്പോൾ ഇസ്രായേലുകാർ ഹമാസിനെ കൊല്ലുന്നത് കാണിക്കുന്നതും യൂട്യൂബിന് ഇഷ്ടമല്ല. യൂട്യൂബ് ഈ പറയുന്ന പോലെ ജൂതൻ്റെയൊക്കെ ആണെങ്കിലും യൂട്യൂബും മറ്റേ ഫേസ്ബുക്കൊക്കെ ജൂതൻ്റെ ആണെങ്കിലും ഇന്ത്യയിൽ അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നത് ഹമാസുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. നമ്മൾ നോക്കൂ, ഫേസ്ബുക്കിൽ ഹമാസിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട് നോക്കി, കയറില്ല. ജന്മം ചെയ്താൽ അതിൻ്റെ റീച്ച് കിട്ടത്തില്ല. ഇസ്രായേലിനെതിരാണെങ്കിലോ? ഇസ്രായേലിനെതിരെയാണ്. ഈ സുക്കർ എന്ന് പറഞ്ഞ മൂപ്പിലാൻ ജൂതനാണ്. പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ വെച്ചിരിക്കുന്ന സ്റ്റാഫൊക്കെ വേറെയാണ്. നമ്മുടെ അറിയാമല്ലോ, ഈ ചങ്ങായിമാരാണ്. ഇലക്ഷൻ സമയത്ത് യൂട്യൂബ് 17 പേരെ പുറത്താക്കി. ഇന്ത്യയിൽ പൊളിറ്റിക്സ് കളിച്ചൊന്നും യൂട്യൂബ് പുറത്താക്കി. അതിൽ മലയാളി ഉൾപ്പെടെയുള്ള ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലത് റെസ്ട്രിക്ഷൻ വന്നു. നമ്മൾ ആ വീഡിയോയിൽ നിന്ന് ഇത് എടുത്ത് കളഞ്ഞിട്ടാണ് രണ്ടാമിട്ടപ്പോൾ അത് 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ സെയിം ഡേ കണ്ടു. ഇപ്പോൾ അതിൻ്റെ റീച്ച് അതിലും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇയാളിപ്പോൾ അതുകൊണ്ട് ഇവർ ഹമാസുകാരിപ്പം കമ്മ്യൂണിക്കേഷൻസ് കൈമാറുന്ന എങ്ങനെയാണെന്നറിയോ? വെള്ള പേപ്പറിൽ കത്തെഴുതി കൊടുത്തേക്കും. ഈ അൾജീരിയയ്ക്കുള്ള സന്ദേശവും എല്ലാം കൈകൊണ്ട് എഴുതിയ രീതിയിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പോൾ പിന്നെ ആരും പിടിക്കൂല. ഇനി പേന പൊട്ടിത്തെറിക്കുമോ എന്നുള്ള സംശയമുണ്ട്. അതും സംഭവിക്കാം, ഇസ്രായേലിനോട് അകളി. അപ്പം ഇത് പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേലി ഡിഫൻസിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇങ്ങനെയുള്ള ഒരു സന്ദേശം പിടിച്ചു. യഹിയ സിൻവറാണ് ഈ സന്ദേശങ്ങൾക്ക് അടിയിൽ ഒപ്പിടുന്നത്. പക്ഷേ പിടിച്ചെടുത്ത സന്ദേശം കത്താണ്. കത്ത് പരിശോധിക്കുമ്പോൾ അത് യഹിയ സിൻവറിൻ്റെ കൈ അക്ഷരമായിരുന്നില്ല. അപ്പോൾ സാധാരണ പരമോന്നത അധ്യക്ഷനായ യഹിയ തന്നെ എഴുതുന്ന മെസ്സേജുകളാണ് പോവാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പിടിച്ചെടുത്തതിനകത്ത് യഹിയയുടെ കൈയക്ഷരമല്ല. അപ്പോൾ യഹിയയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നെങ്കിൽ കൈ കൊണ്ട് എഴുതാൻ പാടില്ലാത്ത സ്ഥിതിയിലായിരിക്കണം, അല്ലെങ്കിൽ ആൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ അമാൻ എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട് ഇസ്രയേലിന്. അവർക്ക് മൊസാദ് എന്ന് പറയുന്ന രാജ്യത്തിന് പുറത്തുള്ള ചാരസംഘടന, ഷിൻബത്ത് എന്ന് പറയുന്ന രാജ്യത്തിനകത്തുള്ള ഓപ്പറേഷൻ, നമ്മളെ ഇൻ്റലിജൻസ് ബ്യൂറോ പോലെ, മൊസാദ് നമ്മുടെ റോ പോലെ, ഷിൻബത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ IB പോലെ. അതുകൂടെ അമൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടല്ലോ, അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അമൻ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് ഈ ഗസയിലെ സ്കൂൾ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ച 22 പേരിൽ ഒരാൾ യഹിയ സിൻവറാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് വേറെ അന്വേഷണം കടന്നു. അപ്പോഴത്തേക്ക് ചാനൽ 12 ന്യൂസ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ചാനൽ അത് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൺഫേം ചെയ്യുന്നില്ല. കിട്ടിയ ആളുകളുടെ DNA പരിശോധനയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും വേറെ കാര്യമുണ്ട്, കൺഫേം ചെയ്താൽ ഇസ്രായേൽ ആഘോഷിക്കും. അവരുടെ ഹമാസിൻ്റെ അടുത്ത തലവന് ഹനയ്യയ്ക്ക് ശേഷം അടുത്ത നേതാവിനെ ഞങ്ങൾ തട്ടി എന്നുള്ള ഇസ്രായേൽ ആഘോഷിക്കും. ഏതായാലും അവിടെ 22 പേരുടെ ഈ DNA പരിശോധനയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ആ മൃതദേഹങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. ചെറിയൊക്കെ പോയിട്ടുണ്ട്. 22 പേരുടെയും 22 എന്നുള്ള എണ്ണം മാത്രമേ ഉള്ളൂ. ഇസ്രായേലി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു 22 മരണമുണ്ട്. പക്ഷേ വാരിക്കെട്ടി കൊട്ടയിലാക്കിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ DNA പരിശോധന നടത്തിയിട്ട് വേണം ഇത് യഹിയ സിൻവറിൻ്റെ ആണോ എന്ന് കൺഫേം ചെയ്യാൻ. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് യഹിയ സിൻവറിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻസും വരുന്നില്ല. പിടിച്ചെടുത്ത മെസ്സേജിൽ യഹിയയുടെ കൈയക്ഷരമില്ല. അങ്ങനെയാണെങ്കിൽ യഹിയ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ജൂലൈ മാസത്തിലാണ് ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം രണ്ടാമത്തെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തലവനെയും കഴിഞ്ഞ ആഗസ്റ്റ് കഴിയുന്നേ ഉള്ളൂ, അല്ലേ? സെപ്റ്റംബർ കഴിയുന്നേ ഉള്ളൂ. 2 മാസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ അടുത്ത തലവനെയും ഇസ്രായേൽ തീർത്തു എന്ന് പറയേണ്ടി വരും. ഏതായാലും DNA പരിശോധനാ ഫലം എത്രയും പെട്ടെന്ന് വന്നു എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. IDF അത് കൺഫേം ചെയ്തിട്ടില്ല. ഏതായാലും യഹിയ സിൻവർ എന്നുള്ള ഹമാസിൻ്റെ തലവൻ കൊല്ലപ്പെട്ടു എന്നതിന് തെളിവായി ഇസ്രായേലിലെ വാർത്താമാധ്യമങ്ങൾ വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്ന് ഒരു കൂട്ട നിലവിളി മിക്കവാറും ഉയരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.